ഹലോ എടാ, നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തത്? പൈസ എവിടാ? അടുത്ത ആഴ്ച നീ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നാ? പൈസ തന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എടാ വണ്ടിയുടെ സി സി അടയ്ക്കാൻ വെച്ചാൽ പൈസയാണ് ഞാൻ പറഞ്ഞായിരുന്നാ? നീ അപ്പോൾ എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? സി സി അടയ്ക്കുന്നത് തലേ തള്ളിത്തരാൻ തന്നെ പറഞ്ഞത്. ഇന്നത്തെ ഡേറ്റ് സി സി അടയ്ക്കാൻ ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ദിവസം എന്നറിയോ? നീ വാങ്ങിച്ചപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്നെ കൊണ്ടൊന്ന് പറയാൻ കേട്ടാ. അതൊക്കെ എടാ, വാങ്ങിക്കുമ്പോൾ ഒരു സ്വഭാവം തിരിച്ചു വയ്ക്കുമ്പോൾ വേറെ സ്വഭാവം കാണിക്കരുത് കേട്ടാ. അല്ല കുഴപ്പമില്ല, നമ്മുടെ അടുത്തൊക്കെ തന്നെ കാണിക്കണോടെയാ. കാരണം ഈ പൈസ കൊടുക്കുന്നവന്മാരാണ് എപ്പോഴും പൊട്ടന്മാര്. ഓ ശരിയടാ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നതിന് കുഴപ്പമില്ല. നിനക്ക് ഇതിനും വലിയ ആവശ്യങ്ങളൊക്കെ ഇനി വരും കേട്ടാ, അത് നീ ഓർത്ത് വെച്ചോ. ശരി എപ്പോഴും. എന്തോന്നാ രാവിലെ കരിച്ചിലും വേണം? ആ ഷിബുടാ പൈസ വാങ്ങിച്ചിട്ട് വന്നില്ലേ? സി സി അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാണ്. മാരണങ്ങളൊക്കെ പൈസയും കുടം കൊടുത്തുള്ള കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നോ? സി സി അടക്കേണ്ട ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് 7-8 കണ്ടായി. ഇനി അതിന്റെ ഫൈൻ കൂടെ അടയ്ക്കണം. ശിവമാണ് അല്ല, ബെസ്റ്റ് ടീമാണ്. നീ അല്ലാതെ വേറെ ആരെങ്കിലും പൈസ കൊടുക്കും? നിനക്കൊക്കെ വേറെ ചെറുപ്പില്ലാത്തോണ്ടാണ് അവന് പൈസ കൊടുക്കുന്നത്. അല്ലളിയാ, ഇവനൊക്കെ വന്ന് ചോദിക്കാൻ നേരത്തെ 1000 നാക്കണം. അളിയാ അവിടെ കൊടുക്കണം, മറ്റടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവർ വീട്ടിൽ കയറി വെട്ടും. അതൊക്കെ ആയിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കാൻ തോന്നുന്നത്? നമ്മളില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വെച്ചാൽ തിരികെ എടുത്ത് കൊടുക്കുന്നില്ലല്ലോ. അത് തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ബോധമില്ല. ഇതിന് വലിയ ആവശ്യങ്ങൾ ഇനി ഉണ്ടാകത്തില്ലേ? ഇനി ഒരു 5 പൈസ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? അതൊന്നും ചിന്തിക്കുന്നില്ല. നിനക്ക് ഞാൻ ചോദിച്ചപ്പോ 500 തരാനില്ലായിരുന്നല്ലേ? ആ, നീ തന്നെ കറക്റ്റായിട്ട് തരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. വാങ്ങിച്ചാൽ കൊടുക്കാത്തല്ലേ നീ അവന്റെ അച്ഛനായിട്ട് വരും. 500 എന്നെ കിടന്ന് പറയിപ്പിക്കരുത്.